മഴ തോരുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിടക്കാനായിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കിന് വൈജ. ആ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ട് വരും. ടാബ്ലറ്റ് കഴിച്ചോ എന്നൊക്കെ ബാലേന്ദ്രനോട് ചോദിക്കും. ആ കഴിച്ചു എന്ന് പറയും. അമ്മയുടെ മരുന്ന് തീർന്ന് എന്ന് പറയും. ബാലേന്ദ്രൻ വാങ്ങോ ഞാൻ വാങ്ങണമെന്ന് ചോദിക്കും. നീ വാങ്ങിക്കോ, ഞാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തോരം ആ കാറ് ഇട്ട് അങ്ങോട്ട് ഇട്ടിട്ട് കുളയ്ക്കണം. ബാലേന്ദ്രനാണെങ്കിൽ ആ ജ്വല്ലറിയുടെ അടുത്തല്ലേ ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയാൽ പോരെ. അപ്പോൾ ഇതാദ്യമേ പറഞ്ഞാൽ പോരെ. അമ്മേൻ്റെ മരുന്ന് തീർന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം, ഇങ്ങനെ പറഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. അമ്മയുടെ ചീട്ട് എവിടെ, എൻ്റെ പേഴ്സിലുണ്ടാവും. അങ്ങനെ പേഴ്സ് തപ്പും. പേഴ്സിൽ നിന്ന് ചീട്ടെടുക്കാൻ വേണ്ടി ബാലേന്ദ്രൻ കുടയുമ്പോൾ നോട്ടുകളുടെ ഒപ്പം മോതിരം വീഴും. ബാലേന്ദ്രൻ ആ മോതിരം എടുക്കും. മോതിരം എടുത്തിട്ട് ചോദിക്കും, ഇതല്ലേ നിൻ്റെ കാണാതായ ഒന്നേകാപ്പവൻ്റെ മോതിരം എന്ന് ചോദിക്കും. ഓ ഭാഗ്യം കിട്ടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കുലുക്കവും ഇല്ല. അതെന്താ നിനക്കൊരു ഞെട്ടലും സന്തോഷമൊന്നും ഇല്ലാത്തത്, മോതിരം കിട്ടണ്ടായിരുന്നു എന്ന് ചോദിക്കും. പിന്നെ കിട്ടണ്ടേ, ഇതിനു വേണ്ടി നീ ആ പെൺകുട്ടിയെ എന്തോരം ബുദ്ധിമുട്ടിപ്പിച്ച്, എന്തോരം മാനസികമായി നീ വിഷമിപ്പിച്ചു. പോലീസിൽ കേസ് കൊടുക്കാൻ വരെയും പോയില്ലേ. പോലീസ് വന്ന് അന്വേഷിച്ച് ആ പെൺകുട്ടിയെ കള്ളി എന്നാക്കിയാൽ നിനക്ക് സമാധാനമാവുമെന്നൊക്കെ ചോദിക്കും. ആ അതൊക്കെ സ്വാഭാവികമാണെന്ന് പറയും. നീ ഇപ്പം തന്നെ ആ പെണ്ണിനോട് പോയി മാപ്പ് പറയുന്നതപ്പം നടക്കില്ല, വേലക്കാരിയോട് മാപ്പ് പറയാൻ തന്നെ കിട്ടില്ല എന്ന് പറയും. പിന്നീട് രാവിലെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് മക്കളോടായിട്ട് ബാലേന്ദ്രൻ പറയുന്നു, മക്കളെ കാണാതെ പോയ നിങ്ങളുടെ അമ്മയുടെ മോതിരം കിട്ടിയിട്ടോ എന്ന് പറയും. അതെയോ എവിടെ നിന്ന് ചോദിക്കും. അമ്മയുടെ പേഴ്സിൽ നിന്ന് തന്നെ. വെറുതെ ആ സെർവൻറ്റിനെ കള്ളിയാക്കിയെന്ന് കൃഷ്ണമോൾ പറയും. ആ എനിക്ക് അന്നേരം അങ്ങനെ തോന്നി, അതുകൊണ്ട് തന്നെയെന്ന് പറയും. എന്നിട്ട് നീ അലീനോട് പറഞ്ഞോ എന്ന് ചോദിക്കും. എന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ അലീന ഭക്ഷണമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അലീന ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കും. ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ ചെയ്യുന്നത്. കൃഷ്ണയ്ക്ക് മാത്രം മുഖത്തൊരു വിഷമമുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയും, അലീന കാണാതെ പോയ മോതിരം കിട്ടിയിട്ടോ എന്ന് പറയും. ആ കിട്ടിയോ, അത് നന്നായി സാറേ എന്ന് പറയും. ആ എന്താ നിനക്ക് ഒരു വിഷമമൊന്നുമില്ലേ, നിന്നെ ഇത്രയും പറഞ്ഞിട്ട്. ഞാൻ എന്തിനു വിഷമിക്കണം സാർ, സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും, അതിൽ തെറ്റൊന്നുമില്ല, കാരണം ഞാൻ മാത്രമല്ലേ പുറത്തുനിന്ന് വന്നവളെന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോവും. അപ്പോൾ അതിന് മുന്നേ തന്നെ അലീനോട് സോറി പറയുന്നുണ്ട് ബാലേന്ദ്രൻ. എന്തായാലും വൈജ പറയുന്നു വിചാരിച്ചിട്ട് കാത്തിരുന്നിട്ട് കാണാണ്ടായപ്പോൾ സോറി ഇട്ട് അലീന എന്ന് പറയുന്നുണ്ട്. ഓ അത് സാരില്ല സാർ, അതിന് സോറി ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പോകും. കേട്ടാ എന്തിനാ വീട്ടുവേലക്കാരിയോട് സോറി പറഞ്ഞത്, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവൾക്ക് വല്ല ഭാവം ഉണ്ടോ എന്ന് നോക്കി, അതെൻ്റെ അന്തസ് എന്ന് പറയും. നീ ഇപ്പോൾ ആ പെൺകുട്ടീനെ പോലീസിൽ സ്റ്റേഷനിൽ കയറ്റായിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താണ്. നീ അത് പറഞ്ഞിട്ടും മോതിരം കിട്ടിയെന്ന് പറഞ്ഞിട്ടും ഒട്ടും ഭാവഭേദം ഇല്ലാണ്ടിരിക്കുന്നുണ്ടോ, അങ്ങനെ വേണം പെൺകുട്ടികൾ എന്ന് പറയും. പിന്നീട് അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്ലേറ്റൊക്കെ അവിടെ ഇരിക്കുക. അപ്പോൾ ആ സമയത്ത് അമ്മ ഭക്ഷണം കഴിച്ചോ, കഴിച്ചു, ചായ കുടിച്ചോ, ചായയും കുടിച്ചു എന്ന് പറയും. എന്നിട്ട് ഈ പ്ലേറ്റൊന്നും അവൾ എടുത്തിട്ടില്ലല്ലോ എന്ന് പറയും. അവൾക്ക് 100 കൂട്ടം പണിയില്ലേ മോൾ, അവളിപ്പോൾ വരും എന്ന് പറയും. നീ എന്തിനാ അവളെ ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് അലീനനെ വിളിക്കും. എന്തേന്ന് ചോദിക്കും. നിനക്ക് അമ്മേരെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വെച്ചൂടെ ഭക്ഷണം കഴിച്ചതിൻ്റെ, എന്നിട്ട് അമ്മേരെ കൈയൊക്കെ കഴിച്ച് കൊടുക്കണ്ടേന്ന് ചോദിക്കും. അത് ഞാനിപ്പോൾ ചെയ്യാമെന്ന് പറയും. ചെയ്യാം, അമ്മേരെ കാര്യങ്ങൾ നോക്കാൻ നിന്നെ ഇവിടെ കൊണ്ടു നിർത്തിയേക്കണേന്ന് പറയും. അവൾക്ക് 100 കൂട്ടം പണികൾ നീ വേറെ കൊടുത്തിട്ടില്ലേന്ന് ചോദിക്കും. അവളോ കറികളും ചോറും ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്, വായ വെച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അമ്മനോട് ചോദിക്കും. ഒരു കുഴപ്പമില്ല, ഇപ്പം തന്നെ കണ്ടില്ലേ വെള്ളയപ്പം കുറുമക്കറി നല്ല രുചിയുണ്ടെന്ന് പറയും. തലയിൽ കയറ്റി വെച്ചോ എന്ന് പറയും. നിന്റെ കാണാതെ പോയ മോതിരം കിട്ടിയല്ലേ മോളെ എന്ന് പറയും. ആ കിട്ടി, അതെന്താ നിന്റെ മുഖത്ത് കിട്ടണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അതെന്താ അമ്മ അങ്ങനെ പറയണേന്ന് ചോദിക്കും. അല്ല നീ ഇവളല്ലേ ഇതിനു വേണ്ടി ഒരുപാട് കുറ്റപ്പെടുത്തിയത് എന്ന് പറയും. ഇതിന് മാത്രം എന്ത് തെറ്റേണ്ടി നിന്നോട് അവൾ ചെയ്യണേന്ന് ചോദിക്കും. എനിക്ക് ഇവളെ ഇഷ്ടമല്ല എന്ന് പറയും. എന്തുകൊണ്ട് എന്ന് ചോദിക്കും. ഇവൾ ഈ വീട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എനിക്കറിയാമെന്ന് പറയും. ഈ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പം അങ്ങനെ അലീന ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എങ്ങനെ എന്ത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കും. അപ്പോൾ പറയും, ഇവള് അച്ഛനും മനുവും പോയി കൊണ്ടുവന്നതല്ലേ, തൊലിവെളുപ്പുള്ളൊരു പെൺകുട്ടീനെ കുടുംബത്തിൽ ഈ പ്രായത്തിലുള്ള പെണ്ണിനൊക്കെ വീട്ടിൽ നിർത്താൻ പറ്റുമോ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് ഭ്രാന്താണ് വരുന്നത്. ബാലേന്ദ്രനോടും ദേഷ്യമുണ്ട്. ബാലേന്ദ്രൻ്റെ കണ്ണുണ്ടായിരുന്നില്ലേ, ബാലേന്ദ്രൻ്റെ മൂക്കുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. നിന്നോട് വർത്താനം പറയാനൊന്നും പറ്റില്ല, നീ നിൻ്റെ കാര്യം കഴിച്ച് പോകാൻ നോക്കുമെന്ന് പറയും. ആ പോകാമെന്ന് പറയും. എന്നിട്ട് പറയും, ഇവളെ എങ്ങനെയുള്ളവളാണെന്നൊക്കെ അറിയുമോ എന്ന് ചോദിക്കും. എടി മോളെ, അവൾ നല്ല കൊള്ളാവുന്ന ഏതൊരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടീനെ, അവളെ കണ്ടാൽ അറിഞ്ഞൂടേനും കൊള്ളാവുന്നൊരു പെൺകുട്ടി. ആരെങ്കിലും പിഴച്ച് പ്രസവിച്ച് കൊണ്ടിട്ടതല്ലേ, ഉപേക്ഷിച്ചതല്ലേ എന്ന് ചോദിക്കും. അതെ, പിഴച്ച് പ്രസവിച്ചത് എൻ്റെ അമ്മയല്ലേ, അല്ലാണ്ട് ഞാനല്ലല്ലോ എന്ന് അലീന ദേഷ്യത്തോടെ ചോദിക്കും. എന്തേടി നിനക്ക് ഞാനത് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. നീ എന്നെ കണ്ണുരുട്ടി കാണിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ളതെന്ന് പറഞ്ഞെന്ന് പറയും. എന്നിട്ട് അലീന വിഷമത്തോടെ അങ്ങോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട്, നീ കുറച്ചും കൂടെ മാന്യമായിട്ടൊക്കെ സംസാരിക്കണം വൈജേ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവളെ കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയും. ശരി, നീ നിൻ്റെ കാര്യം വെച്ച് പോകാൻ നോക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും മുത്തശ്ശി. പിന്നീട് ശക്തിയായി കരയുന്ന ചിന്നുമോളെ കാണിച്ചുകൊണ്ടാണ് അടുത്ത ഭാഗം കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരി ഷാർലി ചേച്ചി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് എന്താ ചിന്നുമോളെ നോക്കുമ്പോൾ ഇപ്പോൾ ജനലിൻ്റെ അവിടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ബ്രിജിത്ത മാമി
അലീന ആൻറ്റി അവിടെ നിൽക്കണ കണ്ടു എന്ന് പറയും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും സ്വപ്നം കാണുന്നുണ്ടല്ലോ എന്ന് പറയും. ആ സമയത്ത് വേറൊരു മദർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും എന്താണെന്ന് ചോദിക്കും. ചിന്നുമോള് സ്വപ്നം കണ്ടെന്ന് പറയണേ. അലീന ആൻറ്റിനെയും ബ്രിജിത്ത മാമിയെയും കണ്ട് ജനലിൻ്റെ അവിടെ ചെന്ന്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് കാലമായില്ല അവരെ കാണുന്നത്. ജനിച്ച അന്നോടെയും കാണുന്നതല്ലേ. അവളുടെ മനസ്സിൽ നിന്ന് പോകാൻ കുറച്ച് പാടുണ്ടായിരിക്കും. നീ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഉറക്കാൻ നോക്കുമെന്ന് പറയും. അങ്ങനെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞിട്ട് ഷെർലി ഉറക്കാൻ നോക്കുന്നുണ്ട്. വിഷമത്തോടെ അത് നോക്കി നിൽക്കുന്നുണ്ട് സിസ്റ്റർ. അതിനുശേഷം പിന്നെ ലീനനോട് ചോദിക്കുന്നത് എനിക്ക് മൊബൈൽ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. പറയാ ഒരു പഴയതുണ്ട്, മമ്മിയുടെ ആയിരുന്നു, മമ്മി പോയപ്പോൾ ഞാനത് ബാഗിലെടുത്തിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ എന്ന് പറയും. ഓ ഇത് വളരെ പഴയതാണല്ലോ, ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ഇങ്ങനത്തെ കൊണ്ട് നടക്കുമോ മോളെ എന്ന് ചോദിക്കും. അത് സാരമില്ല, ഇതിൻ്റെ തന്നെ ആവശ്യം എനിക്കില്ല മുത്തശ്ശി, അല്ലെങ്കിൽ തന്നെ ബന്ധുക്കളും സ്വന്തക്കാരൊന്നും ഇല്ലാത്ത എനിക്ക് എന്തിനാ മൊബൈൽ എന്ന് പറയും. ആ അതും ശരിയെന്ന് പറയും. നീ അതൊന്ന് ചാർജ് ചെയ്ത് നോക്ക്, നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറയും. ആ നോക്കാം എന്ന് പറയും. എന്നിട്ട് അത് ചാർജ് കുത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതിന് എന്ന് പറയും. എന്നാൽ ചാർജ് ഫുള്ളാവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറയും. പിന്നീട് നല്ല മഴയാണ്, മാമച്ചായനും ഗ്രേസാമ്മയും എവിടേക്കോ പോയി വരുന്നു. അപ്പോൾ കുടയേടാന്ന് ചോദിക്കും. കുട ഡിക്കിയിലുണ്ട്. നീ അത് ഡിക്കിയിൽ തന്നെ വെച്ചാൽ മതിയിട്ടാന്ന് പറയും. നീ ഇനി എടുക്കേണ്ട, അതേ രേവതിക്കുട്ടി കുടയായിട്ട് വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ രേവതിക്കുട്ടി കുട കൊണ്ടുവന്ന് വലിയ കുടേനെ മാമച്ചായനും ഗ്രേസാമ്മയും രേവതിക്കുട്ടിനെ നടുവിൽ നിർത്തിക്കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ശരിക്കും സ്വന്തം മകളെപ്പോലെ രണ്ടുപേരും പരസ്പരം ഒന്നിച്ച് 3 പേരും കൂടെ ആ കുടയിൽ ഇങ്ങനെ കയറിപ്പോവാണ്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടിക്ക് വല്ലാത്തൊരു വിഷമവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മരെ നടുവിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് രേവതിക്കുട്ടിയുടെ മനസ്സിൽ തോന്നിച്ചു. പിന്നീട് ഡ്രസ്സൊക്കെ മാറി അവർ വന്നപ്പോൾ നല്ല ചായ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ജിഞ്ചർ ചായ എന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നോ സൂപ്പർ ചായ എന്ന് പറഞ്ഞ് 2 പേർക്ക് ആ ചായ ഒക്കെ കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്രിജിത്ത അമ്മമ്മയും വരും. നീ ആ കവർ എടുത്തുകൊണ്ട് വെച്ചില്ലേ? അയ്യോ ഞാനത് മറന്നു, അതെവിടെ വെക്കണം, ഏത് മുറിയിൽ വെക്കണം എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് പറയും. അത് സാരമില്ല, അതും കൂടെ എടുക്കുക എന്ന് പറയും. അങ്ങനെ ഗ്രേസാമ്മ അതെടുത്തും കഴിഞ്ഞിട്ട് ചുരിദാറുകളായിരുന്നു, അതെടുത്ത് രേവതിക്കുട്ടിയുടെ ശരീരത്തിൽ വെച്ച് നോക്കുമ്പോൾ നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇത് എനിക്കാണോ എന്ന് ചോദിക്കും. പിന്നല്ലാണ്ട് എന്ന് പറയും. അങ്ങനെ രേവതിക്കുട്ടി കണ്ണ് നിറഞ്ഞുകൊണ്ട് ഗ്രേസാമ്മനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.